ഈ നമ്മുടെ നാട്ടിലൊക്കെ ഓരോ സവിശേഷമായ സാധനങ്ങൾ കിട്ടുന്ന ഓരോ ചന്തകളുണ്ട്. ഇപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ ഈ നടീൽ വസ്തുക്കളുണ്ടല്ലോ, ചേന, കാച്ചിൽ, ചേമ്പ്, ഇതൊക്കെ വേണമെങ്കിൽ അങ്ങ് താമരക്കുളം ചന്തയിൽ പോകണം എന്ന് പറയും. പിന്നെ കന്നുകാലിയും ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ പറയും ഒന്നെങ്കിൽ വയ്യാങ്കര ചന്തയിൽ പോകണം, ഇല്ലെങ്കിൽ മാരാരിത്തോട്ടം ചന്തയിൽ പോകണം എന്ന് പറയും. കാരണം അവിടെയാണ് ആ ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. ഇതുപോലെ നമ്മുടെ രാജ്യവും ഒരു മാർക്കറ്റാണിപ്പോൾ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റുകളിലൊന്ന് ഇപ്പോൾ ഇസ്ലാമോഫോബിയാണ്. അതുവഴി ഈ ഇന്ത്യയിലെ ധ്രുവീകരണം സാധ്യമാക്കി അധികാരം ഉറപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രത്തിൻ്റെ ഭാഗമായി പല രൂപത്തിലും ഭാവത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഇവിടെ കിട്ടും. ഇസ്ലാമോഫോബിക്കായിട്ടുള്ള നേർക്ക് നേരെ പറയുന്ന സാധനങ്ങൾ കിട്ടും. അതിനുപോൽബലകമായ വ്യാജ വീഡിയോകൾ ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് വരുന്നത് അതെടുത്ത് ഇവിടെ വിൽക്കും. പിന്നെ അതുകൂടാതെ ആ ബ്രാൻഡിലുള്ള നിരീശ്വരവാദികൾ എന്ന് പറയുന്ന സംഘീവാദികൾ, നമ്മുടെ അരിപ്പ് ഹുസൈനെ പോലെയുള്ള, രവിചന്ദ്രനെ പോലെയുള്ളവരെ ഇവിടെ കിട്ടും. ആ കൂട്ടത്തിൽ മൊയ്ലിയാക്കന്മാരെയും കിട്ടും. അതുപോലത്തെ ഒരു മൊയ്ലിയാരാണ് ഈ ചെറിയ ചേമ്പിൻ പൂടയോ കാച്ചിലോ കിളിച്ച് കിടക്കുന്നത് പോലെയുള്ള ഒരാളുമായി രംഗത്ത് വന്ന് ജമാഅത്ത്, അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് റസ്വി ഷമിക്കെതിരെ, നമ്മുടെ ക്രിക്കറ്റ് കളിക്കാരൻ ഷമിക്കെതിരെ ഭയങ്കരമായ പ്രസ്താവന ഇറക്കിയത്. നോമ്പ് മാസവുമായി ആഹാരം കഴിച്ചുകൊണ്ട് കളിക്കാനിറങ്ങിയത് വലിയ ക്രിമിനൽ കുറ്റമാണ് എന്നാണ് പറഞ്ഞത്. അത് കേൾക്കുമ്പോൾ മറ്റിതര സമുദായത്തിൽപ്പെട്ടവർക്ക് എന്ത് തോന്നും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഷമിയെപ്പോലൊരു കളിക്കാരൻ, അയാൾ രാജ്യത്തിന് വേണ്ടി കളിക്കാനിറങ്ങുമ്പോൾ അയാളെപ്പോലും യവന്മാർ ഈ മതം പറഞ്ഞ് അപമാനിക്കുന്നു. അയാളെപ്പോലും വിടുന്നില്ല. അയാൾ ഭക്ഷണം കഴിക്കാത്തതിന് താണ്ട സമുദായം കുറ്റം പറഞ്ഞു. കോരാങ്കിൽ ഇതിനകത്ത് ദേശീയ ജമാഅത്ത് പ്രസിഡൻ്റ് എന്നും കണ്ട. അതൊക്കെ കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇത് മുസ്ലിമുമായി ഏതോ ബന്ധമുള്ള ആളാണ്. അതുകൊണ്ട് ചിലരൊക്കെ, നാട്ടിലെ ആളുകളൊക്കെ ഇത് ജമാഅത്ത് ഇസ്ലാമിയുടെ എന്തോ വകതിരിവാണെന്നും പറഞ്ഞിട്ട് അവർക്കിട്ട് കൊടുക്കുന്നുണ്ട്. അവരുടെ വേറെ റിസർച്ചിലെ ഗതികേടാണ്. എന്താണെന്ന് വെച്ചാൽ ലോകത്തെവിടെയെങ്കിലും ജമാഅത്തെ ഈ ഹിന്ദ് ഇസ്ലാമി എന്നൊക്കെ പറയുന്ന ഏത് സംഘടന ഉണ്ടായാലും അതെല്ലാം പിടിച്ച് ഇവരുടെ തലയിലാണ് വെച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതും വെച്ചു കൊടുക്കുകയാണ്. യഥാർത്ഥത്തിൽ നോമ്പ് പല കാരണങ്ങളാൽ ഉപേക്ഷിക്കാനും ആ ഉപേക്ഷിക്കുന്നതിന് പരിഹാരവും അതിന് ഇളവുകളും അതിന് പകരം ചെയ്യേണ്ടത് എന്താണെന്നുമൊക്കെ ഈ മതത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെ മനുഷ്യസഹജമായി ഇതിന് ഇളവ് വരാനുള്ള സാധ്യതയുണ്ടെന്നും അങ്ങനെ വിട്ടുപോകാമെന്നും ഒക്കെയുള്ള സംഗതികൾ കൂടി കണ്ടുകൊണ്ടാണ് ഈ നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുള്ളത്. അല്ലാതെ ഈ കാടടച്ച് ഏതവസ്ഥയിലും ഏത് യാത്രയിലും ഏത് രോഗാവസ്ഥയിലും ഏത് നിർബന്ധിത സാഹചര്യത്തിലും ഇത് പിടിച്ചേ മതിയാവൂ എന്ന് പറയുന്ന നിർബന്ധ ബുദ്ധിയൊന്നും ഇതിൽ കൽപ്പിക്കുന്നില്ല. എന്ന് മാത്രമല്ല, അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ പൂശക്കാരൻ ഇറങ്ങിയത് എന്തിനാന്ന് വെച്ചാൽ, ഇങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായി താണ്ട മുസ്ലിങ്ങളുടെ സംഘടനയുടെ ഒരു നേതാവ് പറഞ്ഞു ഇവനൊക്കെ വിലക്കെടുക്കപ്പെട്ട പാഴ്ജന്മങ്ങളാണ്. ഇങ്ങനെയുള്ളവന്മാർ പല രൂപത്തിലും ഭാവത്തിലും ഇതിൻ്റെ കൂട്ടത്തിൽ കാണാം. ഇവനെക്കുറിച്ച് അറിയണമെങ്കിൽ കുറച്ചുകൂടി പഴയ ഒരു വാർത്തയിലേക്ക് പോകണം. അതായത് പുതുവത്സരാഘോഷ ഫത്വയിലൂടെ വിവാദം സൃഷ്ടിച്ച ഷഹാബുദ്ദീൻ റസ്വി മോദി അനുകൂലി, അഖണ്ഡ ഭാരതം യാഥാർത്ഥ്യമാക്കണമെന്ന ആഹ്വാനം. അതായത് പണ്ട് ഈ ന്യൂ ഇയറിനെതിരെ ഫത്വ പുറപ്പെടുവിച്ച ആളാണ് ഇയാൾ. ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഈ മതത്തെ ഭയങ്കരമായ സമൂഹത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കുന്നവരാണെന്ന് ചിത്രീകരിക്കാൻ വേണ്ടി പുറത്തുനിന്ന് കുറേ ആളുകൾ വീഡിയോയും വാർത്തകളും വ്യാജനും ഒക്കെ സൃഷ്ടിക്കുന്നുണ്ട്. അതിനകത്ത് ഇതുപോലെയുള്ള ചില ഇരുകാലി മൃഗങ്ങൾക്ക് കൂടി ആ രൂപമൊക്കെ അതുപോലെ ഒത്തുവരുന്ന ചിലർക്ക് ഇതുപോലൊരു സ്ഥാനവും കൂടി കൊടുത്ത് ഇത്തരം ചില സംഗതികളുമായി രംഗത്തിറക്കാറുണ്ട്. അതിലൊരു ഇനമാണ് ഈ രംഗത്തിറങ്ങിയിട്ടുള്ളത്. കാരണം അല്ലാതെ ഇതിലൊന്നും ആർക്കും ഒരു നിർബന്ധവും ഇല്ല. ഈ സമയങ്ങളിൽ ഇതൊന്നും പിടിക്കാത്തവരുണ്ട്. പിന്നെ പിടിച്ചെന്ന് നാട്ടുകാരെടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ അല്ലാതിരിക്കുന്നവരുണ്ട്. ഇവിടെ ആരും ഒന്നും ഇതിൻ്റെ പുറത്ത് കയറാനും ഒന്നും നടക്കുന്നില്ല. അപ്പോൾ പൊതുവിൽ ഇതൊരു പ്രസ്താവനയാക്കി ഇറക്കി. കാരണം പൊതുവിൽ ഷമി കളിക്കാൻ ഇറങ്ങുമ്പം തന്നെ അല്ലാതെ മറുവശത്ത് ഒരുപാട് ആക്രമണമുണ്ട്, സൈബർ അറ്റാക്കൊക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ നിന്നുകൂടി ഒരു കൊള്ളി വെച്ചു കൊടുക്കുകയാണ്. ആ വെച്ചു കൊടുക്കുന്ന കൊള്ളിക്ക് ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര കോടി രൂപ എന്ന് പറയുന്ന ചില ഉപകാരങ്ങൾ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് അങ്ങനെയുള്ള ഒരു മാർക്കറ്റാണെന്ന് പറഞ്ഞു.